ഓൾസ് കൊണ്ട് നല്ല അടിപൊളി ഓംപ്ലേറ്റും ഉപ്പുമാവും എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് കഴിച്ചാൽ നല്ല ഗുണകരമായിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ഓംപ്ലേറ്റ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. നമുക്കിനി ആദ്യം ഒരു പാത്രത്തിൽ 1/4 കപ്പ് ഓൾസ് ഇട്ട് കൊടുക്കുക. ഈ ഓൾസ് പൊടിച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ചെയ്യുന്നത് പൊടിക്കാതെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും നമുക്ക് ഇളക്കി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെക്കുക. ഒന്ന് കുതിർന്ന് വന്നോട്ട് കേട്ടോ. നമ്മളിപ്പോൾ 15 മിനിറ്റ് കുതിർത്താൻ വെച്ചിരുന്ന ഓൾസ് ഇതാ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 കോഴിമുട്ട അടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 2 ടേബിൾ സ്പൂണ് ക്യാരറ്റ്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി 1 ടേബിൾ സ്പൂണ്, പിന്നെ വലിയ ഉള്ളി 1 ഉള്ളിയുടെ പാതി വലിയ ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞ 1 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 തണ്ട് ചെറുതായിട്ട് അരിഞ്ഞ കരിവേപ്പില ഇതിലിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്നൊക്കെ മിക്സാക്കി എടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നമ്മളിപ്പോൾ കോഴിമുട്ട കലക്കിയല്ലോ, അതിൻ്റെ കൂടെ നിങ്ങളെ വീട്ടുകളിൽ മുരിങ്ങയില ഉണ്ടെങ്കിൽ അത് കുനുകുനായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടാൽ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അതിട്ട് ഉണ്ടാക്കുക. ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്കറിൻ്റെ പാത്രമാണ്. നമുക്കിത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യില്ലെങ്കിൽ എണ്ണ പുരട്ടി കൊടുത്താലും മതി കേട്ടോ. നെയ്യ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ കോഴിമുട്ട ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ പാതി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീഡിയം ലെവലിൽ വേണം തീ കത്തിക്കാൻ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അയ്യവാ, നല്ല വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മറിച്ചെടുക്കാം. ഇതിൽ ഒന്ന് മറുവശം കൂടി ഇതേപോലെ വേകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഒറ്റ അടിക്ക് മറിച്ചിടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എനിക്കത് പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. ഇനി മറുവശം കൂടി ഇതേപോലെ വേകട്ടെ. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല, ഒരു വശത്ത് മൂടി വെച്ചാൽ മതി. ഇതിപ്പോൾ 2 വശത്തും വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. ഇതാ കണ്ടില്ലേ നമ്മുടെ ഓൾസ് കൊണ്ടുണ്ടാക്കിയ ഓംപ്ലേറ്റ്. അങ്ങനെ നമ്മുടെ 2ാമത്തെ ഓംപ്ലേറ്റും ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കൂടി എടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി ഓംപ്ലേറ്റായി. അങ്ങനെ നമ്മുടെ അടിപൊളി ഓട്സ് ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഓൾസ് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച്, ചട്ടി ചൂടായിട്ടുണ്ട്. 1 കപ്പ് ഓൾസാണ് ഞാനിതിലിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതൊരു ചെറിയ തീ വെച്ചിട്ട് ഒരു 4 മിനിറ്റ് വറുത്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 4 മിനിറ്റ് വറുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒരുവിധമൊക്കെ വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. നമുക്ക് ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാ, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക്
നമുക്കൊരു അര ടീസ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ്. ഇനി നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അര ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം കുഞ്ഞതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അടുപ്പത്തുണ്ടാക്കുന്നവരാണെങ്കിൽ ചെറിയ തീ കത്തിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അണ്ടിപ്പരിപ്പ്, മുളക്, കരിവേപ്പില, ഉഴുന്നും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഉള്ളിയുടെ പാതി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞ 1/4 കപ്പ് ബീൻസ് അതും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെറിയ തീയിൽ 4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ വറുത്ത് വെച്ച ഓൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ചെറിയ തീ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇട്ടിട്ട് 4 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അതിന് ഇത് മൂടി വെച്ചതിന് ശേഷം ചെറിയ തീയിൽ വേണം ഇട്ട് വേവിക്കാൻ. അതില്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയ തീ വെക്കണം പറഞ്ഞത്. ഇതിപ്പോൾ വെച്ചിട്ട് 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മിനിറ്റ് നേരം ഇളക്കാം. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വലിഞ്ഞു പൊയ്ക്കോളും. അതിനാണ് 1 മിനിറ്റ് ഇളക്കണത്. കണ്ട, അടി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പറഞ്ഞു തന്നതുപോലെ ടൈം ശരിയാക്കി ചെയ്യവും തീ ആ അളവിന് വെക്കുകയും ചെയ്താൽ നമുക്ക് അടി പിടിക്കത്തൊന്നുമില്ല. ഇതേപോലെ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. അങ്ങനെ നല്ല കട്ടിയായിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് ഓൾസിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം. അങ്ങനെ നമ്മുടെ ഓൾസ് കൊണ്ടുള്ള അടിപൊളി ഓംപ്ലേറ്റും ഉപ്പുമാവും റെഡി ആയിട്ടുണ്ട്. മക്കളെ, നമ്മുടെ ഓൾസ് കൊണ്ടുള്ള ഉപ്പുമാവും ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുകയും കൂടി ചെയ്യുക.